മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. മലാക്കി പ്രവാചക പുസ്തകം 1-2 അധ്യായങ്ങൾ ചെറിയ നിലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുക. ആഴമായൊരു പഠനം നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് കഴിയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് കഴിവും പ്രാപ്തിയുമുള്ള ദൈവകൃപയുള്ള ദൈവദാസന്മാർ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. അനേക ദൈവദാസന്മാരെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വരുന്ന നാളുകളിൽ അവരിൽ നിന്ന് കേട്ട് കൂടുതൽ പഠിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും എന്നെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എളിയവന് ദൈവം നൽകിയിരിക്കുന്ന പ്രകാശത്തിനൊത്തവണ്ണം നിങ്ങളുമായി ചെറിയ നിലകളിൽ ഈ വിഷയം പങ്കുവയ്ക്കുവാൻ ദൈവം മോർണിംഗ് വോയിസിലൂടെ സഹായിക്കുന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. 1-2 അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3-4 അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-2 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് 3-4 അധ്യായം എങ്കിലും ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, നാം എത്രത്തോളം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നോർപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ 2 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നത് ഞാൻ മുന്നമേ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആകയാൽ ആ ശ്രദ്ധയോടുകൂടി തന്നെ നമുക്ക് 3-ാം അധ്യായം പഠനം ആരംഭിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ 1-ാം ഭാഗം അത് ദൈവം മലാക്കി മുഖാന്തരം പറയുന്നു: എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കും. അപ്പോൾ വഴി നിരത്തേണ്ടതിനായിട്ട് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. അവിടെ വായിക്കുന്നത് എനിക്ക് മുമ്പായി എന്നാണ്. അപ്പോൾ പറയുന്ന ആൾ ആരാണോ അദ്ദേഹത്തിന് മുമ്പായിട്ട് ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നുവെന്നാണ്. അപ്പോൾ ഇത് പറയുന്നത് ആരാ? ദൈവമാണ്. ഞാൻ കുറച്ചുകൂടി വ്യക്തതയോടെ പറയാൻ ആഗ്രഹിച്ചാൽ കർത്താവായി യേശു ക്രിസ്തു തന്നെ പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് എന്നാ പറയും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനു മുമ്പേ
വഴി നിരത്തേണ്ടതിനായിട്ട് തൻ്റെ ദൂതനെ, ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് കർത്താവ് തൻ്റെ ദൂതനെ അയക്കുകയാണ്. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നൊരു കാര്യമാണ്. സ്നാപകയോഹന്നാനെ കുറിച്ചാണ്. അതിന് നമുക്കാർക്കും തർക്കമില്ല. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നോട് പൂർണ്ണമായി യോജിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അക്കാര്യം കുറച്ചുകൂടി നമ്മൾക്ക് ബോധ്യമാകേണ്ടതിനായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഈ ദൂതനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ അവിടെ കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ്. എന്താ വായിക്കുന്നത്? അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ അതോ പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. സ്നാപകയോഹന്നാനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴോട്ട് വായിക്കുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല, ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്നാപകയോഹന്നാനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഇനി മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ സ്നാപകയോഹന്നാനെക്കുറിച്ച് അഥവാ കർത്താവിൻ്റെ വഴി ഒരുക്കുന്ന വ്യക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുതന്നെയാണ് മലാഖി 3-ാം അധ്യായം 1-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു. ഇവിടെ അത് കാര്യം തന്നെയാണ് മത്തായിയിൽ നമ്മൾ വായിച്ച കാര്യം. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം വായിച്ച അതേ കാര്യം തന്നെയാണ് അവിടെയും രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇനി യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇത് സ്നാപകയോഹന്നാൻ വ്യക്തമായിട്ടും കൃത്യമായിട്ടും തൻ്റെ അടുക്കൽ വന്ന ആളുകളോട് പറഞ്ഞ വാക്കുകളാണ്. 19-ാമത്തെ വാക്യത്തിൽ, നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചു. അപ്പോൾ പുരോഹിതന്മാരും ലേവ്യരും സ്നാപകയോഹന്നാൻ്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും മലാഖി പ്രവചനത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യം യോഹന്നാൻ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു. അത് സ്നാപകയോഹന്നാനാണ്. അപ്പോൾ നാം മടങ്ങി വന്നാൽ ഈ 4 സുവിശേഷങ്ങളിലും സ്നാപകയോഹന്നാൻ എന്ന ദൂതനെ ദൈവം അയച്ചതായിട്ട്, യേശു ക്രിസ്തുവിൻ്റെ വഴി ഒരുക്കേണ്ടതിനായിട്ട്, അത് നിരത്തേണ്ടതിനായിട്ട്, ക്രമീകരിക്കേണ്ടതിനായിട്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ചു എന്ന് വ്യക്തമാണ്. അത് സ്നാപകയോഹന്നാനാണ് എന്ന്
തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്താ സ്നാപക യോഹന്നാൻ്റെ കർത്തവ്യം? അതിതാണ് കർത്താവിന് വഴിയൊരുക്കുക എന്നുള്ളത്. സ്നാപക യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് ആ കാര്യം ചെയ്തു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സ്നാപക യോഹന്നാനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും സാക്ഷ്യം പറയുകയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ അവനേക്കാൾ വലിയവൻ ആരുമില്ല. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചു. യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. കർത്താവിൻ്റെ വചനമാണ്. നോക്കണം പ്രിയരെ, അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന ഒരേ ഒരു വ്യക്തി, അത് സ്നാപക യോഹന്നാൻ. തൻ്റെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചയാൾ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വിശ്വാസത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും സ്നാപക യോഹന്നാൻ ഒരു ഉദ്ദേശത്തോടെ വന്നതുപോലെ നമ്മെയും ദൈവം രക്ഷിച്ചതിന് ഉദ്ദേശം. എന്തിന് ദൈവം ഭൂമിയിൽ നമുക്ക് പകരമായി മരിച്ച് നമ്മെ വീണ്ടെടുത്തു എന്ന് ചോദിച്ചാൽ അത് നമ്മെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. എന്താണ് ഉദ്ദേശം? അവൻ്റെ ഉത്തമ സാക്ഷികളായി ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലകളിൽ സ്നാപക യോഹന്നാൻ കർത്താവിന് സാക്ഷ്യം പറഞ്ഞതുപോലെ, പാദനിരപ്പാക്കിയതുപോലെ നാം നമ്മുടെ കർത്താവിൻ്റെ സാക്ഷികളായി, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി, പ്രയോജനമുള്ളവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ വേലയിൽ നമ്മുടെ സാക്ഷ്യം ഒരനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവ് അതിന് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ മുന്നിൽ നാം മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൃഷ്ടിയെന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടിയെന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം.